ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെടുത്ത സംഭവത്തിൽ റിമാൻഡിലായ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനുമാണ് നടപടി. ഇതിനായി കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വ്യാഴാഴ്ച ഏറ്റുമാനൂർ കോടതിയുടെ ചുമതലയുള്ള ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. കൊല്ലപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയാണെന്ന നിഗമനത്തിൽ BNS 103 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിനാണ് കേസ്. ചൊവ്വാഴ്ച രാത്രി വൈകി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കിയാണ് സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്തത്. ഇയാളുടെ സഹായിയായ ചേർത്തല നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ മനോജിനെ 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ബുധനാഴ്ച വിട്ടയച്ചിരുന്നു. ഇയാളിൽ നിന്ന് മറ്റു ചില സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു സഹായി കണിച്ചകുളങ്ങര കവലയ്ക്ക് സമീപമുള്ള വസ്തുവിടനിലക്കാരൻ മനോജിനെ കസ്റ്റഡിയിലെടുത്ത് ചൊവ്വാഴ്ച വിട്ടയച്ചിരുന്നു. കാണാതാകുമ്പോൾ ജൈനമ്മ 11 പവനോളം വരുന്ന സ്വർണ്ണാഭരണം ധരിച്ചിരുന്നതായാണ് ഇവരുടെ സഹോദരൻ്റെ മൊഴി. 8.5 പവനോളം പള്ളിപ്പുറം കേന്ദ്രീകരിച്ചുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ഓട്ടോ ഡ്രൈവർ മനോജിൻ്റെ പേരിൽ പണയം വെച്ചതായി വിവരമുണ്ട്. ഈ പണം വസ്തുവിടനിലക്കാരനായ മനോജിൻ്റെ കൈകളിലെത്തി. ഇക്കാര്യങ്ങളിലെ സങ്കീർണത നീക്കാൻ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് സർക്കാർ സഹായം തേടി. ജൈനമ്മയുടെ സഹോദരങ്ങളായ സാവിയോ മാണിയുടെയും ആൻസിയുടെയും സാമ്പിളുകളും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളും ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിരുന്നു. സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ ചെങ്ങന്തറ വീട്ടുവളപ്പിൽ നിന്നാണ് തിങ്കളാഴ്ച ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. 2024 ഡിസംബറിൽ ജൈനമ്മയെ കാണാതായ പരാതിയിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചത്. തുടർന്നാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.